എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കത്തിട്ട് കിഴിയിലേക്ക് പോവാം. ഓക്കെ, അത്രല്ലേ അടിച്ച് പൊളിക്കുന്നു. ഗംഭീര സാധനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം എല്ലാം എഴുതിയിട്ടിരിക്കുന്നത് ഇവനാണ്. എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഇതിൽ എന്തൊക്കെ ഉള്ളതെന്ന്. ഉണ്ടല്ലേ, വലുത് വലുതില്ലേ? ഓക്കെ, ഇതെന്തായിരിക്കും ലാംഗ്വേജ്? ഒരു ചെറിയൊരു പ്രഡിക്ഷൻ. മലയാളം നോക്കാൻ. പടത്തലവൻ തമിഴാണ്. OTT റിലീസിന് എത്തുന്നുണ്ട് പടത്തലവൻ. ടെൻറ്റ് വരുന്നത്. ജൂലൈ 18 സിനിമ സ്ട്രീമിംഗ് ചെയ്യും. ഷൺമുഖ പാണ്ഡ്യൻ നായകനായി വന്ന സിനിമയാണ്. യാമിനി ചന്ദ്രനായിരുന്നു നായിക. യാമിനി ചന്ദ്ര, യെസ്, കൊള്ളാം. അടുത്തത് വിനീത് ശ്രീനിവാസൻ, നോബിൾ മൂവി. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് വരുന്നുണ്ട് കേട്ടോ. ടൈം വന്നിട്ടില്ല, വൈകുന്നേരം വരും. യെസ്, ഒരു ത്രില്ലർ മൂവിയാണ്. 15 വർഷം തികയാണ്, അതായത് വിനീത് ശ്രീനിവാസൻ ഒരു സംവിധായകനായിട്ട്. അതെ, ഓക്കെ. മലർവാടി ആർട്സ് ക്ലബ്. നിവിൻ പോളിയുടെ 15ാമത്തെ വർഷം. അടിപൊളി. 15 വർഷം അല്ലേ? 15ാമത്തെ വർഷം. 15 സിനിമയെന്ന് പറഞ്ഞു കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് നിവിൻ പോളി. നിവിൻ പോളിയുടെ ലിസ്റ്റ് എടുത്താണ്ടല്ലോ ഒരുപാട് സിനിമകളാട്ടോ. അതൊന്നും ഇന്നലും തുടങ്ങിയതല്ല, കുറച്ചായിട്ട് അനൗൺസ് ചെയ്തിടും. തോട് പോലും ചെയ്യാത്ത സിനിമകളുണ്ട്. ശരിക്കും അനൗൺസ്മെന്റ് സ്റ്റാർ ആണ്. കൺവിൻസിംഗ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ പോലെ അനൗൺസ്മെന്റ് സ്റ്റാർ ആയി മാറി. അതെ, സിനിമ റിലീസ് വരുന്നില്ല, ഇതെല്ലാം അനൗൺസ് ചെയ്യുന്നുണ്ട്. അതെ, എല്ലാം പകുതി ഷൂട്ടും നടക്കുന്നുണ്ട്, ചിലത് തൊട്ടിട്ട് പോലുമില്ല. ഓക്കെ, അടുത്തത് ശരിക്കും ഈ കിഴിയിൽ ഇടാത്തൊരു അപ്ഡേറ്റ് ഞാൻ പറയട്ടെ. അതായത് ബി ഉണ്ണികൃഷ്ണൻ്റെ മൂവി വരുന്നുണ്ട്. അതിൽ നായകനായി വരുന്നത് നിവിൻ പോളിയാണ്. ഓക്കെ, ബി ഉണ്ണികൃഷ്ണൻ. യെസ്. ഇതിന്റെ സ്ക്രിപ്റ്റ് ആരാന്നറിയോ? സാരിഷ് മുഹമ്മദാണ്. ഷാരിസ് മുഹമ്മദോ? യെസ്, സാരിഷ് അലി മുഹമ്മദ് ചോദിച്ചുകൊണ്ടു. യാ, എന്നിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാണ്ട്, അത് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. അത് ചോദിച്ചുകൊണ്ടു ഇങ്ങനെയാണോ എന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും അടുത്തത് സുമതി വളവ്. ഓഗസ്റ്റ് 1 സിനിമ റിലീസിനെത്താണ് കേട്ടോ. അർജുൻ അശോകൻ, ബാലു വർഗീസ്, ഗോകുൽ സുരേഷ്, ഷൈജു കുറുപ്പ്, മനോജ്, പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ, പിന്നെ അഭിലാഷ് പിള്ള, അതായത് എഴുത്തുകാരൻ ഇതിൽ അഭിനയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇവരൊക്കെ പ്രധാന വേഷം ചെയ്യുന്ന സിനിമയാണ്. സിനിമ ഓഗസ്റ്റ് 1 റിലീസിനെത്തും. ഓഗസ്റ്റ് 2 ഒരു ബിഗ് ഡേ ആണ്. കൂലിയുടെ ഒഫീഷ്യൽ ട്രെയിലർ അന്നാണ് വരുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് 1-ാം തീയതി നമുക്ക് ഇതിനു വേണ്ടി മാറ്റി വെക്കാം. സിനിമയുടെ ബുക്കിംഗ് ഇന്ന് രാവിലെ 10 മണി മുതൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സിനിമ നാളെയാണ് റിലീസിനെത്തുന്നത്. ഗംഭീര സിനിമയാവട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ സിനിമക്ക് പോയിട്ടില്ല. കഴിഞ്ഞ ആഴ്ച അല്ലേ ഇത് റിലീസ് വരും എന്ന് പറഞ്ഞാൽ? അല്ല, അത് 27-ാം തീയതി ആയിരുന്നു, കഴിഞ്ഞ മാസം. അതെ അതെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂത്രവാക്യത്തിന് വേണമെങ്കിൽ പോകായിരുന്നു. സൂപ്പർമാനും ധീരൻ കണ്ടു നിർത്തിയതാ. ധീരന് ശേഷം ഞങ്ങൾ തിയേറ്ററിലേക്ക് പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ JSKയിൽ നമുക്ക് പിടിക്കാം. പൊളിക്കട്ടെ. അടുത്തത് കൂലി. എനിക്ക് ഒരു സംശയമുണ്ട്. ഈ പാട്ടുണ്ടല്ലോ, അതിൽ ആദ്യത്തെ കൂല്ലേ, അത് എത്ര ഉണ്ട്? ആർക്കറിയാം, ഞാൻ അതിൽ ഇരുന്ന് കുറേ എണ്ണി എത്ര കൂ ഉണ്ട് എന്നുള്ളത് ഒരു കമന്റ് ഇടണേ. കൂ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ കിട്ടും. ഞാൻ പ്രതീക്ഷിക്കുന്നത് അതാണ്. എക്സ്പെക്ട് ചെയ്യുന്ന കൂ അതാണ്. ബീപ്പ് സൗണ്ട് ഇട്ടിട്ട് പറഞ്ഞാൽ മതിയേ. ഓക്കെ, കൂലി സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇനി സിനിമ തിയേറ്ററിലേക്ക് എത്താൻ 30 ദിവസം കൂടി. ഓക്കെ, ഓഗസ്റ്റ് 14 സിനിമ റിലീസ് നടത്തുന്നത്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ. പിന്നെന്താ, ലോകേഷിൻ്റെ പ്രതിഫലം കേട്ടോ, 50 കോടി. അതെ, ആള് പറഞ്ഞത് ഇതാണ്. അതായത് ലിയോ സിനിമക്ക് 600 കോടി കളക്ട് ചെയ്തു, കളക്ഷൻ കിട്ടി. അതുകൊണ്ട് തന്നെ എനിക്കത് ചോദിക്കാതെ കിട്ടിയെന്നാണ്. പിന്നെ വേറെ കാര്യം പറയുന്നുണ്ട്. അതായത് ആമിർ ഖാൻ്റെ ക്യാരക്ടറിലെ അത് സസ്പെൻസാക്കി ഒളിപ്പിച്ച് വെക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ആമിർ ഖാൻ ക്യാമറയുടെ മുമ്പിൽ നുണ അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആള് സത്യങ്ങൾ മാത്രം പുറത്തു പറയുന്ന ആളാണ്. ആളോട് പറഞ്ഞല്ലോ, എന്നാ പറഞ്ഞു പറഞ്ഞല്ലോ.
അടുത്തത് വാർ 2 സിനിമയുടെ ട്രെയിലർ വരുന്നു. ജൂലൈ 22 അല്ലെങ്കിൽ 23 അല്ലെങ്കിൽ 24 പുറത്ത് വരും. 3 മിനിറ്റ് ഉണ്ടെന്നാണ് കേൾക്കുന്നത് കേട്ടോ. 3 മിനിറ്റ് അല്ലെങ്കിൽ ഹിന്ദി സിനിമകളുടെ ട്രെയിലറുകൾക്ക് ഭയങ്കര ഡ്യൂറേഷൻ ആയിരിക്കും. അതായത് 3 പേരെയും കാണിക്കും എന്നും കേൾക്കുന്നുണ്ട്. 3 പേരോ? ഹൃതിക് റോഷൻ, NTR, കിയാറ അദ്വാനി. അങ്ങനെ. അപ്പൊ ഇതിന്റെ ടീസറിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. ടീസറിൽ 3 പേരെയും കാണിച്ചിട്ടില്ലല്ലോ. പിന്നെ കാണിച്ചോ? ഹൃതിക് റോഷനെ കാണിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ. NTRനെ കാണിച്ചോന്നും അറിയില്ല. കിയാറ അദ്വാനി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടതുമാണ്. അല്ല അതവൻ കണ്ടില്ല. കിയാറ തന്നെ ആയിരുന്നോ? അത് കിയാറായിരുന്നു. വാവ്. അല്ല അത് ശരിയാ. എങ്ങനെ നിന്നാലും അവനറിയാം എങ്ങനെ നിന്നിട്ടുള്ളതെന്നൊക്കെ. അല്ല അത് കറക്റ്റ് അവന് മനസ്സിലാവും. അത് ഏത് നായികയാണെങ്കിലും അതായത് നമുക്ക് പിന്നെ വേറെ എതിരഭിപ്രായമില്ല. മനസ്സിലായില്ലേ? മനസ്സിലുണ്ട്. അതിനൊരു 1-ാം തരം തെളിവ് ഇന്ന് രാവിലെ കൂടി ഉണ്ട്. പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഞെട്ടി തരിച്ചു. എന്റെ ആളിയാ അപാര കഴിവെന്നെ. ഞാൻ പറഞ്ഞില്ല അപ്പൊ തന്നെ. എടാ നീ അതൊക്കെ നീ പോയി കണ്ടുപിടിച്ചോന്ന് ഞാൻ ചോദിച്ചു അവനോട്. ബ്രില്യന്റ് ആണ്. ഇമേജ് ഇല്ലാതാക്കല്ലേ? ഒരിക്കലും ഞാൻ അല്ലെങ്കിൽ ഞാൻ കുറച്ച് നോട്ടിയാണെന്നുള്ള ഒരു പൊതു സംസാരമുണ്ട്. അടുത്തത് ഡിലക്സ്. നോട്ടിയാണെന്നാണോ കോഴിയാണെന്നാണോ? രണ്ടും ഏതാണ്ട് അടുത്ത് വരുന്ന ഉണ്ട്. ഡിലക്സ്. ഡിലക്സ് ഏതാന്ന് മനസ്സിലായോ? പണി 2 വരുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഡിലക്സ്. ഇത് ജോജുവൻ കേട്ടോ പറഞ്ഞത്. ജോജുവനെ നായകനായി ജോജുവനെ സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമയാണ്. ഇതിൻ്റെ പേര് ഡിലക്സ് ആണ്. ഇയാളുടെ ക്യാരക്ടർ നെയിം ഡിലക്സ് ബെന്നി. വെറുതെ പറയാം ആളുടെ അടുത്ത പണി, അതായത് ആളുടെ അടുത്ത സംവിധാന പണി എന്നുള്ളതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. അതെ, ഇതൊരു ബന്ധമല്ല. ആളാണ് സംവിധാനം ചെയ്യുന്നതുകൊണ്ട് പണി 2 ആയി. അപ്പൊ ആളിനി സംവിധാനം ചെയ്യുന്ന എല്ലാത്തിനും പണി 3, പണി 4 അങ്ങനെ വരും. വിക്രം പ്രേംകുമാർ മൂവി വെൽസ് ഫിലിം ഇന്റർനാഷണൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യും കേട്ടോ. ആക്ഷൻ കിടലൻ ആക്ഷൻ മൂവി ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. പ്രേംകുമാറിന്റെ ഫസ്റ്റത്തെ ആക്ഷൻ മൂവി. ഇതിനു മുൻപ് ആൾ ചെയ്തത് 96ഉം പിന്നെ മെയ്യഴകനും. ഫീൽ ഗുഡിന്റെ അപ്പന്മാര്. ആ ആളാണ് ഈ പരിപാടി പിടിക്കുന്നത്. അതും ഞെട്ടിക്കുന്ന പരിപാടിയാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. നോക്കാം, നമ്മളിതിന്റെ അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് ഒരു മുട്ട ഇട്ടതിന് ഇത്രയും അഹങ്കാരം. അല്ല, ഞാനിട്ടിട്ടുണ്ട് കുറെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. നല്ല ബുദ്ധിമുട്ടാ. മുട്ട ഇടുമ്പോഴാണ്, ഇട്ട് കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ട്. ഇടുന്ന സമയത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല, പഠിക്കാതിരുന്നാൽ മതി. നമ്മളൊക്കെ അത് കിട്ടിയ നമ്മൾ 4 ആളെ അറിയിക്കാതിരിക്കാനല്ലോ. അതെ അതെ, എന്തൊരു പൊട്ടനാണോ ഇത്. മുട്ട ഇടുന്ന നാട്ടുകാർ മൊത്തം അറിയിക്കുക. എന്തായാലും അടുത്ത കിഴി വേർ ഈസ് മമ്മൂട്ടി. അതായത് ഒരുപാട് പേര് ഇന്നലെ ഒരു വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ലേറ്റസ്റ്റ് ആണോ? ശ്രീലങ്കയിൽ ഇതിൻ്റെ ഷൂട്ട് തുടങ്ങി, അതായത് പാട്രിയോട്ടിൻ്റെ. ഇത് മമ്മൂക്ക വന്നൊന്നും അറിയിക്കാതെ നേരെ പോയി ജോയിൻ ചെയ്തു. ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഇത് സത്യം പറയാം, ഇത് പഴയൊരു വീഡിയോ ആണ്. ഇത് കുറേ ആൾക്കാർ മമ്മൂക്കയുടെ ഇതിൻ്റെ ടീമിൽ അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഓരോ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ അവരുടെ റീച്ചിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇപ്പം അടുത്തൊന്നും വരില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. സമയം എടുക്കും. ക്ഷമ വേണം, സമയം എടുക്കും. എന്താണെങ്കിലും അടുത്തത് കറുപ്പ് സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് തിങ്ക് മ്യൂസിക് സ്വന്തമാക്കിയിട്ടുണ്ട് കേട്ടോ. തിങ്ക് മ്യൂസിക് RJ ബാലാജി സംവിധാനം ചെയ്ത് നമ്മുടെ സൂര്യ നായകനാവുന്ന സിനിമയാണ്. തൃഷ, സ്വാസിക, ഇന്ദ്രൻസ്, അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്. അടുത്തത് ആട് 3 സിനിമയുടെ ഒരു ഗ്ലിംസ് വീഡിയോ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഭാഗം നമുക്ക് പ്രിയപ്പെട്ടതാണ്, കാരണം അത് പുതിയതാണ്. അതായത് ആട് 3ൻ്റെ ലൊക്കേഷൻ വീഡിയോ ആണ് ആ ഭാഗം. ആദ്യമൊക്കെ
ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഒക്കെയാണ്. ഇങ്ങോട്ട് നോക്ക് മക്കളെ, പൂരം കൊടിയേറിയെന്നാണ്. അങ്ങോട്ട് നോക്കടാ, സേറ്റ് എന്ന് പറയാണ്ടല്ലോ. പരിപാടിയാണ്. യെസ്, എന്തായാലും നമ്മുടെ ജയസൂര്യ പാപ്പൻ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, പറയാൻ മറന്നുപോയി. യെസ്, എന്താണെങ്കിലും എപ്പിക് ഫാന്റസി കാത്തിരിക്കാണ്. 2025 ഡിസംബറിലാണ് സിനിമ റിലീസ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, അതായത് പീരിയോഡിക് ടൈമിലേക്ക് ഇതിപ്പോ കണ്ടില്ല ക്യാരക്ടേഴ്സ് ഒക്കെ വന്നുള്ള അവസ്ഥ എന്തായിരിക്കും, എന്തൊരു ഫണ്ടായിരിക്കും, ഭീകര പടമായിരിക്കും അത്. അടുത്തത് ആകാശംലോ ഒക്കത്താര. ഓ, സിനിമയുടെ ഒരു ഗ്ലിംസ് ജൂലൈ 28-ന്, DQന്റെ ബർത്ത്ഡേ ആണെന്ന് അന്ന് വരും എന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര എൻഗേജ് ആണല്ലോ ഈ മാസം മൊത്തം. പിന്നെ നമുക്ക് ഫുൾ ബിസിയാ. നാളെ JSK തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുൾ ബിസിയാ. ഈ മാസം ഫുൾ ബിസി. 23-ാം തീയതി ബർത്ത്ഡേ ആണ് സൂര്യന്റെ ബർത്ത്ഡേ. പിന്നെ വാറിന്റെ ട്രെയിലർ ഓഗസ്റ്റ് 1-ന് സുമതി വളവ്, 28-ന് ആകാശംലോ ഒക്കത്താര. അതിന്റെ ഇടയ്ക്ക് സിനിമകളുണ്ട്. 25-ന് സിനിമ, അതെ, മാരീഷൻ ഉണ്ട്, വേറെ കുറെ സിനിമകളുണ്ട്. നരസിംഹ, അതെ നരസിംഹ, അതായത് മഹാവതാർ നരസിംഹ. പിന്നെ അതായത് 28, അതായത് DQന്റെ ബർത്ത്ഡേ ആണ് അന്ന്. വേറെ സിനിമകളുടെ ബിഗ് അപ്ഡേറ്റ് വേറെ ഉണ്ടാവാം, പോസ്റ്റേഴ്സ് ആയിട്ടും അല്ലാതെയും ഒക്കെ. എന്തായാലും ആം ഗെയിമിന്റെ ഒക്കെ ഉണ്ടാവില്ലേ. ജൂലൈ 31-ന് ഏതൊരു സിനിമയല്ലേ? ജൂലൈ 31-നുണ്ടോ അറിയില്ല. എന്തായാലും 1-ാം തീയതി സുമതി വളവുണ്ട്, 2-ാം തീയതി ഒഫീഷ്യൽ ട്രെയിലർ ഉണ്ട് കോഹ്ലിന്റെ പരിപാടിയാണ്. ജൂലൈ 2, ഓഗസ്റ്റ് 2 അല്ലേ? ശരിയാ. എന്തായാലും ഞാൻ അടുത്ത കീഴെടുത്തിട്ടുണ്ടായിരുന്നു. ചോദ്യമാണ് വന്നിരിക്കുന്നത്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജസ്റ്റിൻ മറിയ. അതായത് നിങ്ങൾക്ക് അനിരുദ്ധിൻ്റെ കത്തിയിലെ മ്യൂസിക്കാണോ വിക്രം സിനിമയിലെ മ്യൂസിക്കാണോ ഇഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം. എനിക്കും വിക്രം. പക്ഷെ കത്തിയിലെ ഒറ്റ ആ സാധനം ഉണ്ടല്ലോ, അത് ടു 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 ആ സാധനം സൂപ്പറായിരുന്നു. അല്ല, കുറച്ചു നേരം ഒന്ന് ഇരുത്തി രണ്ട് മ്യൂസിക്കും കൂടെ ഒരുമിച്ചിരുന്ന് കേൾക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബന്ധം ഉണ്ടാവുന്നില്ല. അല്ലേ, ഈ വിക്രമിൽ കുറേ ഉണ്ടായിരുന്നു. അതെ, ഒന്നൊന്നല്ല, കുറേ ഉണ്ടായിരുന്നു സാധനം. അതെ അതെ. ഇതിനകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ കുടുംബത്തിൽ പിറന്നാന്ന് പറയേണ്ടി വരും. അതെ, അങ്ങനെ ആയിരിക്കും, ചെറിയ കണക്ഷനൊക്കെ ഉണ്ടാവും. വിട്ടേക്ക. എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വിക്രമാണ്. BGM കത്തി സൂപ്പർ തന്നെയായിരുന്നു. ആണെങ്കിലും ഈ എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം.